ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനുമിസ്സാണ്. ഓക്കെ, അപ്പം നമ്മളിപ്പം എക്സാം ടൈമിലാണ് അല്ലേ. അപ്പം ആനുവൽ എക്സാം ആണ്. നമ്മൾ അടിപൊളിയായിട്ട് ഓരോ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളും ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ എക്സാമിന് ചോദിക്കുന്ന അതേ ചോദ്യമാണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇവിടെ എല്ലാ ടീച്ചേഴ്സും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അല്ലേ. അപ്പം ഇതേപോലെ നിങ്ങളുടെ മാത്സ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് ഏത്? നിങ്ങൾക്ക് ഈ പെർസെൻറ്റേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം. അപ്പോൾ പെർസെൻറ്റേജിൻ്റെ ഒരു ചോദ്യം ഉറപ്പായിട്ടും ആനുവൽ എക്സാമിൻ്റെ പേപ്പറിൽ ഉണ്ടായിരിക്കും. അത് നമ്മൾ എന്താക്കാൻ പാടില്ല, മിസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അതേ ചോദ്യമായിട്ടാണ് മിസ് വന്നത്. അപ്പോൾ നല്ലോണം ഒന്ന് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. സിമ്പിൾ ആയിരിക്കും. എൻ്റെ കുട്ടികൾ വായിച്ചു കഴിഞ്ഞാൽ മിസ്സിൻ്റെ കൂടെ തന്നെ ഇരുന്ന് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മളൊന്ന് വായിച്ചു നോക്കാം അല്ലേ. ഗോപു ആൻഡ് ബാബു വിസിറ്റഡ് ബുക്ക് ഫെയർ. ലുക്ക് അറ്റ് ദ അഡ്വർടൈസ്മെന്റ് ദേ സോ ദർ. അപ്പോൾ അവിടെ പരസ്യ ബോർഡുകൾ ഉണ്ട് അല്ലേ. 2 പരസ്യ ബോർഡുകളാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ കാണുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലത്തെ ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് പരസ്യമായിട്ട് പറയുന്നത്? 30% ഡിസ്കൗണ്ട് ഉണ്ട് അല്ലേ, വിലക്കുറവുണ്ട്. എന്താക്കിയാൽ അപ് ടു 5,000, 5,000 രൂപ വരെയുള്ള ബുക്കുകളാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ അവിടെ എന്തുണ്ട്? 30% ഡിസ്കൗണ്ട് ഉണ്ട്, വിലക്കുറവുണ്ട്. അതേപോലെ അടുത്തത് നോക്കിക്കേ, 5,000-ന് മുകളിലാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ എന്താണ്? അവിടെ 40% ഡിസ്കൗണ്ട് ആണ്, 40% വില കുറവുണ്ട്. അപ്പൊ നമ്മളിവിടെ ഒന്നാമത്തെ ചോദ്യം, ഗോപു ബോട്ട് ബുക്സ് റുപ്പീസ് എത്രയാണ്? 5,200. നോക്കണം, 5,200 രൂപയ്ക്കാണ് ഗോപു എന്താക്കുന്നത്? ബുക്ക് വാങ്ങുന്നത്. അപ്പൊ അത് 5,000-നേക്കാൾ മുകളിൽ പോയി എന്നുള്ളതൊന്ന് ചിന്തിക്കുക. അതേപോലെ തന്നെ ബാബു എന്താക്കിയിട്ടുണ്ട്? 5,000-ന് താഴെയാണ്, 4,500-നാണ് ആര് വാങ്ങിയത്? ബാബു ബുക്ക് വാങ്ങിയത്. നമ്മളോട് ചോദിച്ചത് എന്താ? ഹൗ മച്ച് മണി ഷുഡ് ഈച്ച് ഓഫ് ദം പേ? 2 പേരും അവിടെ പേ ചെയ്തിട്ടുള്ള പൈസ എത്രയാണ്? അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? രണ്ടാമത്തെ ചോദ്യം, 2 പേരും ഒരുമിച്ചാണ് പുസ്തകം വാങ്ങിയതെങ്കിൽ ആകെ എത്ര രൂപ കൊടുക്കണം? ഓക്കെ, അപ്പം ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, മലയാളം മീഡിയം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. രണ്ടും എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് നോക്കണം. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാരുണ്ടാവും, മലയാളം മീഡിയക്കാരും ഉണ്ടാവുമല്ലോ. അപ്പം എൻ്റെ മക്കളൊന്ന് ശ്രദ്ധിക്കുക. അതെ, നമുക്ക് 2 പരസ്യ ബോർഡുകളുണ്ട്. അതിനനുസരിച്ച് ആരുടേത്? ഗോപുവിൻ്റെയും ബാബുവിൻ്റെയും നമുക്ക് കണ്ടുപിടിക്കാം. സിമ്പിളാണ്. അപ്പോൾ അവിടെ മിസ് അതേപോലെ തന്നെയുള്ള പരസ്യ ബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ നോക്കുന്നത് ആരുടെ? ഗോപുവിൻ്റെതാണ്. അപ്പോൾ ഗോപു എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്? 5,200 ആണ്. 5,000-ന് മുകളിലാണെങ്കിൽ 40% ലാഭമുണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പൊ 40% ലാഭമുണ്ട്, വില കിഴിവുണ്ട് എന്നാ പറഞ്ഞത്. വിലക്കുറവുണ്ട്. 40% വില കുറവ് എന്ന് പറഞ്ഞാല് 100-ൽ 40% കുറവാ. അപ്പൊ നമ്മൾ എത്രയല്ല നോക്കേണ്ടത്? ഞാൻ എപ്പോഴും പറഞ്ഞു, പെർസെൻറ്റേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എവിടെയാണ് നോക്കുക? ടോട്ടൽ നമ്മൾ 100-ലാണ് നോക്കുക. അപ്പൊ 100-ൽ 40% വില കുറവ് എന്നാ പറഞ്ഞത്. അപ്പൊ 100-ൽ 40% വില കുറവ് എന്ന് പറഞ്ഞാൽ എത്രയല്ലേ വരുള്ളൂ? 60% വരുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? 100-ന് 40 കുറച്ച് നോക്കണം. ഓക്കെ, അപ്പൊ വില കുറവായതുകൊണ്ട് നമ്മൾ 100-ൽ നിന്ന് 40 കുറച്ച് 60%-ൽ എന്ത് കണ്ടാൽ മതി? ഇവിടെ പെർസെൻറ്റേജ് കണ്ടാൽ മതി. അപ്പൊ നോക്കിക്കേ എന്നെ മക്കൾ, എന്ത് ചെയ്യുക? ഇവിടെ 5,200 ഇൻറ്റു 60/100 ചെയ്താൽ എത്ര രൂപയാണോ കൊടുക്കേണ്ടത് അത് കിട്ടും ഇല്ലേ. അപ്പൊ നോക്കിക്കേ, മുകളിലും താഴെയൊക്കെ 0 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. ഞാനിതാ 1 0 ഉണ്ട്, 1 0 മുകളിലും താഴെയും വെട്ടി, വീണ്ടും 1 0 മുകളിലും താഴെയും ഞാൻ വെട്ടിയിട്ടുണ്ട്. അപ്പൊ ബാക്കി എത്രയാടാ വരുക? 520 ഇൻറ്റു 6 എന്ന് വരും. 520 ഇൻറ്റു 6 മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3,120 എന്ന് കിട്ടിയിട്ടുണ്ടാവും. 3,120 എന്ന് കിട്ടും. ഇതേപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് അടുത്തത് ചെയ്തൂടെ? എന്താ വരിക? ബാബു എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്? 4,500 രൂപയ്ക്കാണ്. അവിടെ 5,000 രൂപയ്ക്ക് താഴെയാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ, 5,000 രൂപയ്ക്ക് താഴെയാണെങ്കിൽ എത്ര ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടാ? 30%. അപ്പൊ 30% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര രൂപയ്ക്ക് അല്ലെങ്കിൽ എത്ര ശതമാനത്തിന് കണ്ടാൽ മതി? 70% നിങ്ങൾ കണ്ടാൽ മതി. അപ്പൊ 4,500-ന്റെ 70% കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുക കേട്ടോ. അപ്പൊ നോക്കിക്കേ, 0 മുകളിൽ താഴെ വെട്ടി, 1 0 മുകളിൽ താഴെ വെട്ടി, ബാക്കി 450 ഇൻറ്റു 7 ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ ആകും. ഓക്കെ, അപ്പൊ 450 ഇൻറ്റു 7 ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് എത്ര വരൂടാ? 3,150 എന്ന് കിട്ടിയിട്ടുണ്ടോ? ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണേ. ഓക്കെ, എൻ്റെ മക്കൾക്ക് വേഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്
ഇത് മിസ് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, എൻ്റെ കുട്ടികൾ അവിടെ നിന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ രണ്ടുപേരും അവിടെ ബുക്കിന് കൊടുത്ത പൈസ നമുക്ക് കിട്ടി. പക്ഷേ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത് എന്തായിരുന്നു? സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചത് രണ്ടുപേരും ഒരുമിച്ചാണ് പുസ്തകം വാങ്ങിയതെങ്കിൽ എത്ര രൂപ കൊടുക്കണം. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് വാങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 5200 രൂപയും 4500 രൂപയും കൂടെ ഒരുമിച്ചാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ എത്രയെങ്കിലും അവർക്ക് ലാഭം കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 2 രൂപയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ രണ്ടും കൂടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്? ഒന്ന് ആഡ് ചെയ്ത് നോക്കുകയാണ്. എത്രയാണ് വരിക? 0 0 5 2 കൂട്ടിയാൽ 7 5 4 9 വരും അല്ലേ. അപ്പോൾ അതാ 9700 രൂപയ്ക്ക് നമുക്ക് എന്ത് വേണം? ലാഭമുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇതാ നോക്കിക്കേ, 9700 രൂപയ്ക്ക് നമ്മൾ എത്ര ശതമാനമാണ് പരസ്യത്തിലുള്ളത് എടുക്കേണ്ടത്? 5000-ന് മുകളിലാണെങ്കിൽ എത്രയാന്നാ പറഞ്ഞത്? 40% കണ്ടാൽ മതി. 40% കുറവിൽ കണ്ടാൽ മതി. അപ്പോൾ ദാ നമ്മൾ എത്രയിൽ കാണണം? 40% കുറവാണെങ്കിൽ നമ്മൾ 60 കണ്ടാൽ മതി. 60/100 ചെയ്യുക. അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ. 9700-ന്റെ 60% കണ്ടുപിടിച്ചാൽ രണ്ടുപേരും ഒരുമിച്ച് വാങ്ങിയ ബുക്കിന്റെ പൈസ എത്രയാണോ, അല്ലെ രണ്ടുപേരും ഒരുമിച്ചാണ് പൈസ കൊടുക്കുന്നതെങ്കിൽ എത്രയാണ് അവർക്ക് ലാഭം കിട്ടുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇതേ നോക്കിക്കേ. അപ്പോൾ എത്രയാ വരിക? അതേ നമുക്ക് എന്ത് ചെയ്യാം? ഈ 0 ഒക്കെ വെട്ടിക്കളയല്ലേ. 0 0 2 0 ഞാൻ ക്യാൻസൽ ചെയ്തു. ബാക്കി എത്രയാ വരുക? ദേ ഇവിടെ 970 × 6 എന്ന് വന്നിട്ടുണ്ടാവും അല്ലെ. 970 × 6. അപ്പൊ എന്റെ കുട്ടികൾ എന്ത് ചെയ്യണം? ഇതൊന്ന് വേഗം മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മളെ കമന്റ് ബോക്സിൽ ആൻസർ പറയണം. അപ്പൊ അത് മാത്രം പോരാ, നിങ്ങൾക്ക് ഇതേ മോഡൽ ചോദ്യങ്ങൾ ഒരുപാട് എണ്ണം വരും. ഇതേ മോഡൽ ഒരുപാട് ചോദ്യം വരും. അവൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇതേ ടൈപ്പായിട്ടുള്ള പെർസെൻറ്റേജിൻ്റെ അടുത്തൊരു പ്രോബ്ലം കൂടെ ഇവിടെ ടീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാർ ഇംഗ്ലീഷ് ക്വസ്റ്റൻ ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് വായിച്ച് നോക്കുക. അതേപോലെ തന്നെ മലയാളം മീഡിയക്കാർ കേട്ടോ. അപ്പോൾ ഇതേ ഒരേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അവിടെ ABC 3 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലാസ്റ്റ് ആൻസർ പറയുന്നതിൻ്റെ കൂടെ തന്നെ എൻ്റെ കുട്ടികളെ ഇതാ ഇപ്പോൾ തന്ന ഒരു ചോദ്യം കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം. ഇനി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ മിനി മാരത്തോണിലും മെഗാ മാരത്തോണിലും നിങ്ങൾക്ക് വരുന്ന എല്ലാ ലൈവിലും ഈ ക്വസ്റ്റ്യൻ മിസ് എന്തായാലും ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ പെർസെൻറ്റേജിൻ്റെ ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും കണ്ടുമുട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇനിയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് മിസ് അടുത്തൊരു ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.